ജ്യൂസ് കുടിച്ചല്ല അറി കടല അടിപൊളി. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ 2024 ഒരു ഗ്ലോബൽ വില്ലേജിൽ ഞാൻ വീണ്ടും വന്നെത്തി ഗൈസ്. ഇന്ന് ഞങ്ങൾ നേരത്തെ എത്തി. എപ്പോഴും രാത്രിയാണ് എത്തുന്നത്. ഇന്ന് നമ്മൾ നേരത്തെ പാർക്കിംഗ് ഒക്കെ കിട്ടി. അപ്പോൾ എന്തായാലും അകത്ത് പോയി ഇപ്രാവശ്യത്തെ ഗ്ലോബൽ വില്ലേജ് എന്താണെന്ന് നോക്കിയിട്ട് വരാം. ഇതുള്ള സംഭവം പുതിയ ഐറ്റം ആണല്ലോ, ഇതുവരെ കണ്ടിട്ടില്ല. റിക്ഷ ഇങ്ങനെ കുറേ കിടപ്പുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ നിന്ന് ആൾക്കാരെ കയറ്റി ആ മെയിൻ എൻട്രൻസ് വരെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടായിരിക്കും. എല്ലാ വർഷവും ഒരുപോലെയൊക്കെ തന്നെയാണ്, വലിയ മാറ്റമൊന്നും എനിക്ക് തോന്നുന്നില്ല. ഒരേപോലത്തെ ഒരു വൈബ് തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇപ്രാവശ്യവും. അവിടെ ഒരാള് ജ്യൂസ് വാങ്ങിക്കാൻ പോവാണ് ഗൈസ്. പാഷനോ എപ്പിടി ഇവർക്ക് പുളിപ്പ് പുളി അത് മറ്റേ ഇതാണ് പാഷൻ ഫ്രൂട്ട് പുളിയല്ലത്. പുളിയും കുടിച്ചോണ്ട് നടക്കുക. നാണം വയ്ക്കാൻ മനുഷ്യ നിങ്ങൾ. എത്രയോ നല്ല പുളിയെ കുടിച്ചോണ്ട് ഇനിയിപ്പോ അത് പറയാനില്ലാതെ വേറെ വഴി. ഇവിടെ അടിയാണ് ഗൈസ്. എന്ത് ഫുഡ് കഴിക്കും എന്നുള്ള അടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അടി പൊരിഞ്ഞ അടിയാണ്. എനിക്കത് വേണം, എനിക്കിത് വേണം, ചേട്ടനുണ്ട് വേണം. ജ്യൂസ് കുടിച്ചല്ല അറി കടല. എനിക്ക് മാത്രം ഒന്നും കിട്ടിയില്ല. ഇവിടെ ഫുള്ള് സ്ട്രീറ്റ് ഫുഡാണ് ഗൈസ്. ഇപ്പൊ കഴിക്കണേ രാത്രി. ഇതുപോലുള്ള പുതിയ സെറ്റപ്പ് ആണല്ലോ. ഇത് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഒന്നും കണ്ടിട്ടില്ലായിരുന്നു. ഇത് കൊള്ളാം. ഒരു അറബിക് സ്റ്റൈലിൽ ഷെയറൊക്കെ ഇട്ടിട്ടുണ്ട്. വിശാലമായിട്ടിരുന്ന് കഴിക്കുക ഇവിടെ പൊളിച്ച്. നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ഒരു ഫുഡ് സ്ട്രീറ്റിലൂടെയാണ്. കണ്ടില്ലേ, പെട്ടിക്കണക്കിന് സ്റ്റാളുകളുണ്ട്. ചുറോസ് സ്പാനിഷ് ഇവിടെ എന്താണെന്ന് എനിക്കും അറിഞ്ഞൂടാ കേട്ടോ. മമ്മ ബോബോ ഹൗസ് ഉണ്ട്. പിന്നെ ഹോട്ട് ഡോഗ് അടിപൊളി. മഞ്ഞക്കളി എൻ്റെ ഫേവററ്റ് സാധനമാണ് ഈ കണ്ണ് കറങ്ങുന്നത്. ഇവിടെ വന്നാൽ നിങ്ങൾക്ക് സൂപ്പർ ഷാപ്പ് കിട്ടും. എൻ്റെ അടുത്ത് കാണാൻ ഇന്ത്യൻ ചാട്ടുവാല. ഇത് കൊള്ളാം. മൊത്തം പിങ്കുമയമാണല്ലോ. ഡിപ്പ് ഇറ്റ് ബേർഡ്സ് ആൻഡ് ഡിപ്സ്. ഇറ്റ്സ് ഓൾ അബൌട്ട് ദ സോൾ. ഞാനൊന്നും മേടിച്ചില്ല. അത് തന്നെയാണ് പാവ അവനും പറഞ്ഞത്. അവനൊന്നും മേടിച്ചു കൊടുത്തില്ല. ഇവിടെ ഇപ്പൊ കുറേ ഇരിക്കാനൊക്കെ ഇവിടെ കുട്ടികളുടെ കിഡ്സ് തിയേറ്റർ ഇതേ കണ്ടില്ലേ, ഡാൻസ് കളിക്കുന്നു കുറേ ആൾക്കാർ. സർക്കസ് ആണോ ഡാൻസ് ആണോ ആർക്കറിയാം. ഇതൊരു പുതിയ ഐറ്റമാണ്. ഫിയസ്റ്റ സ്ട്രീറ്റ് എന്ന് പറഞ്ഞ് ഈ വർഷം തുടങ്ങിയതാണെന്ന് തോന്നുന്നു. ഇതുവരെ കണ്ടിട്ടില്ല. ഇവിടെ നിന്നാണ് ഇപ്പം നമ്മൾ പുറത്തിറങ്ങിയത്. നമ്മൾ വീണ്ടും ഇവിടുന്ന് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എന്ത് കഴിച്ചു? ഒക്ടോപ്പസ് ഇപ്രാവശ്യം എന്ത് കഴിക്കുന്നതാണ് നോക്കാം. നേരത്തെ ഇങ്ങനെ അല്ലേ, പുതിയൊരു അത് മറ്റേ നമ്മൾ തറയിരുന്നല്ലേ കഴിച്ചു. ഡൈനമൈറ്റ് ബൈറ്റ്സ് 29th ഷോപ്പിൽ നിന്ന് ചേട്ടൻ എന്താ വാങ്ങിക്കുന്നുണ്ട് പ്ലീസ്. എനിക്ക് തോന്നുന്നു ചിക്കൻ ഡൈനാമൈറ്റ് ആയിരിക്കും വാങ്ങിക്കുന്നത്. ഇതെല്ലാം മിക്സ് ചെയ്ത് ടേസ്റ്റ് അതാ അനിക്കുട്ടൻ ടേസ്റ്റ് ചെയ്യും. എന്റെ ഗതികേട് എന്നാണ്.
ചീസാണ്, പക്ഷെ രാജേഷ് പറഞ്ഞാൽ ഇത് വ്യത്യസ്തമായ ചീസും ചീസും കൂടെ മിക്സ് ചെയ്ത് കഴിക്കും. നമ്മൾ ഡൈനമൈറ്റ് ചിക്കൻ ട്രൈ ചെയ്യാൻ പോകും. ഇത് എവിടത്തെയാണ്, ഏത് കൺട്രിയുടെ? അങ്ങനെയൊന്നുമില്ല. ഡൈനാമിക് ഷിംസൺ. സൂപ്പർ സാധനം കേട്ടോ, അടിപൊളി. ആ ചീസും, ഇതെന്ത് ചീസും, മറ്റേ എരിയുള്ള ചീസും. അത് സോസാണ്. കൊതിയൻ. ഞാൻ ഈ ഇല കഴിക്കുന്നുണ്ട്. ഇതൊരു ഇലയുണ്ട്. ഇനി തിന്നാനൊരു ഗ്യാപ്പ് കൊടുക്കും. അവസാനം കുറച്ച് ക്യാബേജ്. ഓണാണ്. ആർക്കും ക്യാബേജ് ഉണ്ട് അവസാനം. എന്താ പോലെ നല്ല എരി. വാ ഇന്ന് വാ, കൊച്ചു ബാക്കിയുണ്ട്. കുരങ്ങിന് വേണോ? ഇതുകൊണ്ട് ആരും കൊതിവിടുന്നു. ഇവിടെ അസുഖം എനിക്ക് മനസ്സിലായി. ആർത്തി മൂത്ത് പ്രാന്തായതാണ്. ദൈവമേ, ഇത് അവര് കണ്ടിരുന്നെങ്കിൽ നിനക്ക് ഒന്നുകൂടെ അവര് ഫ്രീ ആയിട്ട് തന്നു. ബാക്കിയുണ്ട്. ഇതിനകത്ത് അവരുടെ പൈസ കൊടുക്കാൻ വെച്ചാൽ നമ്മൾ ഫുള്ളും കഴിയണം. ഇഷ്ടമാക്കും. ദേഹം മൊത്തം ഏതോ മുടിയിലൊക്കെ ആയി. അതെ, ടിഷ്യൂ വെച്ചാൽ ഒരു ഒക്ടോപ്പസ് ഓടിഞ്ഞു മടങ്ങി കപ്പിലിരിക്കുന്ന കണ്ടു ഗൈസ്. ഇതാണ് ഇന്ത്യൻ ഫുഡിന്റെ നമ്മൾ ചിക്കൻ ഫ്രൈസിന്റെ ഈ സാധനം മേടിക്കാൻ പോവുകയാണ് ഗൈസ്. എല്ലാവരും ട്രൈ ചെയ്യുന്നുണ്ട്. ചീസും ബീഫും ഫ്രഞ്ച് ഫ്രൈസും എല്ലാം കൂടി മിക്സ് ചെയ്തൊരു സംഭവം. ഫുള്ള് ദഹിപൂരി. ദഹിക്കണോ? ദഹിക്കോ? ഇതാകുമ്പോൾ ദഹിക്കും. പിന്നെ മധുരമുണ്ട്, പക്ഷെ തൈരുണ്ട്. എനിക്ക് തൈര് ഇഷ്ടമാണ്. റെയിൽവേ മാർക്കറ്റ്. ഇതിൻ്റെ അകത്ത് ഇനി എന്താണാവോ? റെയിൽവേ മാർക്കറ്റിൻ്റെ അകത്ത് ഫുള്ളും സ്വീറ്റ്സ് ആണ് ഗൈസ്. മധുരങ്ങളുടെ ഏരിയ ആണ്. നമ്മളിത് ഓർഡർ ചെയ്യും. വെയിറ്റിംഗ് ആണ് ഗൈസ്, വെയിറ്റിംഗ്. ചിക്കൻസ് എന്ന സ്റ്റാളിൽ നിന്നും നമ്മൾ ഓർഡർ ചെയ്യാൻ പോകുന്നത് ചിക്കൻസ്. 35 ദർഹത്തിൻ്റെ ചിക്കൻസ് ആണ്. അടിപൊളി. ഇത് ഒന്നുകൊണ്ട് സംഭവം കലക്കി. അയ്യോ, പുകയൊക്കെ വരുന്നുണ്ട്. ഇതിനകത്ത് വല്ല ഉണ്ടോ നോക്കാം. മൊത്തം ചെടി മാത്രമേ ആവുന്നുള്ളൂ. അകത്ത് ഇച്ചിരി നേരത്തെ കഴിച്ചില്ല. ആ കഴിച്ചല്ല. ശരി. ഈ ഇല വെച്ചതിൻ്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലാവും. ഈ ഒരു ഫുഡോടുകൂടി ഇന്നത്തെ ഫുഡ് ബ്ലോഗിംഗ് ഗ്ലോബൽ വില്ലേജ് അവസാനിച്ചിരിക്കുന്നു. ഇതും കൂടി കഴിച്ച് ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. മറ്റൊരു വീഡിയോ